PT തുടങ്ങിയ കാലം തൊട്ട് തന്നെ മുഴങ്ങി കേൾക്കുന്ന ഒരു വാക്കാണ് റീഡ് അലൗഡ് ഓൺലൈൻ സ്ട്രാറ്റജി. ഓൺലൈൻ സ്ട്രാറ്റജി എന്താണെന്ന് അറിയുമെങ്കിൽ റീഡ് അലൗഡിൽ ഒരു പാരഗ്രാഫ് ഒരു തരുമല്ലോ, അതിൽ ഒരു ലൈൻ മാത്രം വായിക്കും. ഒരു 8 മുതൽ 12 വേർഡ് 15 വേർഡ് മാത്രം വായിച്ചിട്ട് നെക്സ്റ്റ് അമർത്തുന്നു, അടുത്ത ചോദ്യങ്ങളോട് പോകുന്നു. 6-7 റീഡ് അലൗഡ് ഫുള്ളും അങ്ങനെ ചെയ്യുന്നു. സ്പീക്കിങ്ങിലും റീഡിങ്ങിലും വളരെയധികം നല്ല മാർക്ക് കിട്ടുന്നു. ഇതാണ് ഇൻ എ നട്ട്ഷെൽ ഓൺലൈൻ സ്ട്രാറ്റജി. പക്ഷെ ഓൺലൈൻ സ്ട്രാറ്റജി എഫക്റ്റീവ് ആണോ? 2025 നിങ്ങൾ ഓൺലൈൻ സ്ട്രാറ്റജി ചെയ്ത് നോക്കണമോ? ഇസ് റീഡ് അലൗഡ് ഓൺലൈൻ സ്ട്രാറ്റജി വർത്ത് ഓൾ ദ ഹൈപ്പ്? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. വെൽക്കം ടു PT സിംപ്ലിഫൈഡ് മലയാളം. ഇനി ഇംഗ്ലീഷ് പഠിക്കാം മലയാളത്തിലും. PT റിലേറ്റഡ് കണ്ടന്റ് എല്ലാ 2 ദിവസം ചെയ്യും. അതൊക്കെ ചെക്കൗട്ട് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിംഗ്. വളരെയധികം എഫേർട്ട് ചെയ്ത വേണ്ടിയുണ്ട്. ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. PT റിലേറ്റഡ് എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണെങ്കിലോ എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിലോ എൻ്റെ വീഡിയോസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെങ്കിലോ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ഞാനൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാ എന്ന് തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നടത്തിയാൽ മതി. ഓൺലൈൻ സ്ട്രാറ്റജിനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം സത്യം പറഞ്ഞാൽ വളരെ മോശം അഭിപ്രായമാണ്. കം ബാക്ക് ടു റിയാലിറ്റി. നിങ്ങൾ 2025 നവംബർ അപ്ഡേറ്റ് 2024 നവംബർ അപ്ഡേറ്റിന് ശേഷം വളരെയധികം ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ട് അവർ. ഇപ്പോഴേ റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് സ്കോർ കയറാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പൊ റീഡിങ്ങിലോട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനുകളിൽ ഒന്നായിട്ടുള്ള റീഡ് അലൗഡ് നിങ്ങൾ ഓൺലൈൻ സ്ട്രാറ്റജി ചെയ്തു, എന്നിട്ട് അത് മെസ്സപ്പ് ചെയ്താൽ, അത് പണി തന്നാൽ നിങ്ങളെ റീഡിംഗ് സ്കോർ പിന്നെയും താഴോട്ട് പോകും. 2018, 20, 22 വരെയൊക്കെ ഓൺലൈൻ സ്ട്രാറ്റജി വാസ് വർക്കിംഗ് ഫുൾ പ്രൂഫ്. എന്താണ്? നമ്മൾ ഒരു ലൈൻ വായിക്കുന്നു, അത് മര്യാദയ്ക്ക് വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ചോദിക്കും, ഇവന് നന്നായിട്ട് വായിക്കാൻ അറിയാം, ബാക്കിയുള്ളത് വായിച്ചില്ലെങ്കിൽ അതിനെ ഫുൾ ചെയ്യാൻ എളുപ്പമായിരുന്നു. പക്ഷെ നോ മോർ. AI ഡെവലപ്മെന്റ്സ് അറിയില്ല. ഡേ ബൈ ഡേ അവർ ഡെവലപ്പ് ആവുകയാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഡേറ്റ കൊടുത്ത് അതിനെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് മനസ്സിലാവില്ല. അതിനകത്തുള്ള ഒരു പാരഗ്രാഫ് തന്നിട്ട് അല്ല ഒരു ലൈൻ മാത്രമേ വായിച്ചുള്ളൂ, അത് മനസ്സിലാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ദെൻ യു ആർ ടെറിബിളി റോങ്. അതിന് മനസ്സിലാവും. സോ അപ്പൊ അതെങ്ങനെ വിചാരിക്കും, ഇവ ഒരു ലൈനല്ലേ വായിച്ചുള്ളൂ, മര്യാദയ്ക്ക് വായിച്ചാലും ഇല്ലെങ്കിൽ ഒരു ലൈനല്ലേ വായിച്ചുള്ളൂ, ബാക്കി വായിക്കാറുള്ളൂ. അപ്പം പിന്നെ റീഡിംഗ് സ്കില്ലില്ല. റീഡിംഗ് ആൻഡ് സ്പീക്കിംഗ് മാർക്ക് പോവും. ഇപ്പോഴും വർക്കിംഗ് ആണെന്ന് വലിയ വലിയ പ്രൊഫഷണൽസ് യൂട്യൂബ് ചാനൽസ് ഒക്കെ പറയുന്നുണ്ട്. അവരെന്തുകൊണ്ട് പറയുന്നു? അവർ എക്സ്പേർട്സ് ഇൻ ദിസ് ഫീൽഡ് ആണ്. അവര് പേഴ്സണലി ചെന്ന് പരീക്ഷ എഴുതുമ്പോൾ അവര് ഫുൾ പ്രൂഫ് ആയിട്ട് ഓൺലൈൻ സ്ട്രാറ്റജി വർക്ക് ചെയ്യിപ്പിക്കും. ആൻഡ് ഇൻ സം കേസസ് അത് വർക്ക് ആവും. ആൻഡ് അത് അവരെടുത്ത് വീഡിയോ ആക്കി ഇറക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും എല്ലാവരുടെയും കേസിൽ വർക്ക് ആവുന്നു. ഇല്ല. അവർക്ക് മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് കൊടുക്കാനുള്ള കാശുണ്ട് ഈ ഒരു സാധനം ശരിയാക്കി എടുക്കാൻ വേണ്ടി. പക്ഷെ നമുക്ക് അത്രത്തോളം കാശ് ഇല്ല, നമുക്ക് അത്രത്തോളം സമയമില്ല. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഈ റീഡ് അലൗഡ് ഓൺലൈൻ സ്ട്രാറ്റജിയുടെ പിറകെ പോകണമെന്ന് പറഞ്ഞാൽ റീഡ് അലൗഡ് പാടായിട്ടുള്ള പിള്ളേരല്ലേ. എന്റെ പൊന്നെ പിള്ളേരെ, നിങ്ങൾ മനസ്സിലാക്ക്. റീഡ് അലൗഡ് എളുപ്പമായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ കറക്റ്റ് ആയിട്ട് ഓൺലൈൻ സ്ട്രാറ്റജി ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വർക്കാവുന്നല്ല. നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ പിന്നെ ഫുള്ള് ചെയ്യൂ, ആദ്യം തൊട്ട് അവസാനം വരെ ചെയ്യൂ. ഗീവ് ദ കമ്പ്യൂട്ടർ സം ഡേറ്റ. ആൻഡ് ഇപ്പം ഒരു പാരഗ്രാഫ് മുഴുവൻ വായിക്കുമ്പോൾ 6-7 ഫമ്പിൾ ഉള്ള ആൾക്കാര് ഓൺലൈൻ വായിച്ചാൽ അതിൽ എങ്ങനെ പോയാലും 1-2 ഫമ്പിൾ വരുത്തൂലേ? വരുത്തും. സോ ആ ഒരു സാധനം വായിച്ചാലും വരുത്തി, ഇത് വായിച്ചാലും വരുത്തും. ഇതിന് റിസ്ക് കൂടുതലാണെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ വായിക്കണേ. 6-7 ഫമ്പിൾ വരുത്തുന്നതിന് ഇതിൽ നിന്നും ഭേദം. റീഡ് അലൗഡ് ടു ബി ഓണസ്റ്റ് വൺ ഓഫ് ദി ഈസിയസ്റ്റ് ടാസ്ക് ആണ്. ഏറ്റവും കൂടുതൽ മാർക്ക് തരുന്ന റിവാർഡിംഗ് ആയിട്ടുള്ള ടാസ്ക് ആണ്. റീഡ് അലൗഡിലേ നിങ്ങൾ എക്സൽ ചെയ്യുന്നില്ലെങ്കിൽ ദെൻ വാട്ട് അബൌട്ട് ലിസണിംഗ് ഫിൽ ദ ബ്ലാങ്ക്സ്, റീഡിംഗ് റൈറ്റിംഗ് ഫിൽ ദ ബ്ലാങ്ക്സ്, റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ, റിപ്പീറ്റ് സെന്റൻസ് ഒക്കെ നിങ്ങളുടെ പോക്ക് മുതലാണ്. സോ ഈ ടോപ്പ് 6 ക്വസ്റ്റ്യൻസ് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ആ ടോപ്പ് 6 ഏറ്റവും എളുപ്പമാണ് റീഡ് അലൗഡ്. അതുപോലും നിങ്ങൾക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ഈ ഓൺലൈൻ സ്ട്രാറ്റജിയുടെ പിറകെ പോവുകയാണെങ്കിൽ ദെൻ ജസ്റ്റ് ഇൻട്രോസ്പെക്ട്. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങൾ ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത്? നിങ്ങൾക്ക് ഒരു പുറം രാജ്യത്തിലോട്ട് പോകണം, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ, UK, US പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാതെ നിങ്ങൾ പോയിട്ട് എന്ത് ഗുണം? മര്യാദയ്ക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ഗുണം? അത് തന്നെയാണ് PTയും ചോദിക്കുന്നത്. സോ PTനെ ഫൂളാക്കാൻ പറ്റുന്നു തോന്നണില്ല. ഇപ്പോഴും കുറെ ടിപ്സും ട്രിക്സും ടെംപ്ലേറ്റ്സ് ഒക്കെ വർക്കാവും. പക്ഷെ ഗ്രാജുവലി അതിന്റെയൊക്കെ ഇൻഫ്ലുവൻസ് കുറഞ്ഞു വരുന്നു. ഞാൻ ഓൺലൈൻ സ്ട്രാറ്റജിയുടെ ഇൻഫ്ലുവൻസ് കുറഞ്ഞിട്ട് വർഷങ്ങളായി. നിങ്ങൾ ഇപ്പോഴും ഓൺലൈൻ സ്ട്രാറ്റജിയുടെ പിറകെയാണെങ്കിൽ കം ബാക്ക് ടു റിയാലിറ്റി. എനിക്ക് കൂടെ പറയണു, 2025 ഓൺലൈൻ സ്ട്രാറ്റജി വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ അധികം കുറവാണ്. ഇറ്റ് ഈസ് വെരി റിസ്കി. ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻസിനെ കൊണ്ട് ഞാൻ ഓൺലൈൻ സ്ട്രാറ്റജി ചെയ്യിപ്പിക്കത്തില്ല. സോ ഇങ്ങനെ ഓൺലൈൻ സ്ട്രാറ്റജിയിലേക്ക് പിറകെ പോണതിന് പകരം നിങ്ങൾ റീഡിംഗ് സ്കിൽ കൂട്ടാൻ നോക്കുക. എസെൻഷ്യൽ സ്കിൽസ് ടു മാസ്റ്റർ ഇൻ PT എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലുള്ള സ്കില്ലുകൾ കൂട്ടാൻ നോക്കൂ. ആൻഡ് റീഡ് അലൗഡിനെ പറ്റി ഒരു മാസ്റ്റർ ക്ലാസ് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അതിലുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യൂ. സോ ഇതാണ്
എൻ്റെ അഭിപ്രായം ഓൺലൈൻ സ്ട്രാറ്റജിനെ പറ്റി. സോ ഇതായിരുന്നു വീഡിയോ. വളരെയധികം എഫേർട്ട് ഇട്ട് ചെയ്യുന്ന വീഡിയോകളായതുകൊണ്ട് ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പീച്ച് റിലേറ്റഡ് കണ്ടന്റ് എല്ലാ 2 ദിവസം ചെയ്യും. പല കണ്ടന്റും ചെയ്തിട്ടുണ്ട്, അതൊക്കെ ചെക്കൗട്ട് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ട ആൾ ടു കൺസിഡർ സബ്സ്ക്രൈബിംഗ്. പിന്നെ ഞാൻ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാന്ന് തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിൽ എൻറോൾ ചെയ്യാം. താഴെ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു എൻക്വയറി നടത്തിയാൽ മതി. PT റിലേറ്റഡ് എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണെങ്കിലോ എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിലോ എൻ്റെ വീഡിയോസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെങ്കിലോ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. PT റിലേറ്റഡ് കണ്ടന്റ് ആയിട്ട് 2 ദിവസത്തിൽ കാണാം. അതുവരെ ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്, കീപ് ലേണിംഗ് ആൻഡ് കീപ് ദിസ് ഇൻ മൈൻഡ്. We are in this together.